ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. സോ ദിനുവിൻ്റെ നിക്കാഹാണ്. അപ്പോൾ അതിൻ്റെ നാളാണ് നിക്കാഹ് വരുന്നത്. അപ്പോൾ തലേ ദിവസമാണ്. ആൻഡ് ഈ ഡ്രസ്സ് ഇതിൻ്റെ ഡ്രസ്സല്ല, ദിനുവിൻ്റെ ഡ്രസ്സാണ്. എനിക്ക് നല്ല മറവിള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയി ഡ്രസ്സിൻ്റെ കാര്യം. ഡ്രസ്സ് എങ്ങനെ വാങ്ങാനോ പേജിൽ പറഞ്ഞു വെക്കാനോ ഒക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് ഇന്നലാണ് ഇതിനെപ്പറ്റിയുള്ള ബോധമൊക്കെ വന്നത്. യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ താഴെ പറയാം. ഇപ്പോൾ പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഈ മറവിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എന്നോട് എഗെയിൻ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ. ഇത് സെറാവിൻ്റെ മോയ്സ്ചറൈസറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിൽ മെയിനായിട്ട് എഴുതിയിട്ടുണ്ട്, സ്കിൻ കെയർ വീഡിയോ ചെയ്യുമ്പോൾ പറയാം. സോ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇടും. എന്നിട്ട് ലിപ് ബാം ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മിറർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് ഡയറക്റ്റ്ലി നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും മിററിൽ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ. മോയ്സ്ചറൈസർ ഇട്ടു. സിസ് ബ്യൂട്ടിൻ്റെ റിയൽ മേക്കപ്പ് ബേസ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ടിൻറ്റ് 01. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ട് ഓൾറെഡി ഒരു ഗ്ലോ ഉണ്ട്. അത് ഒന്നാമത് എനിക്ക് തോന്നുന്നത് ലൈറ്റിങ്ങിൻ്റെതാണ്. പിന്നെ എൻ്റേത് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലോ. എന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്നല്ല. ഈ ഓയിലി സ്കിന്നുകാർക്ക് അറിയാൻ പറ്റും. ഓൾറെഡി ഫേസ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ബ്രൈറ്റൻ ചെയ്യും, ഗ്ലോ തരും. പ്രൈമറായിട്ട് ഇത് എഫക്റ്റീവ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പോർട്സ് ഒന്നും ക്ലോഗ് ചെയ്യുന്ന മാതിരി അല്ല, പോകുന്ന മാതിരി എനിക്ക് തോന്നിയില്ല. പിന്നെ വന്നിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു കളർ കറക്റ്റാണ്. എനിക്ക് അണ്ടർ ഐസ് ഉണ്ട്, ഇതിൻ്റെ സ്കിൻ കണ്ടോ പാടുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആരും ക്ലിയർ സ്കിന്നാണെന്ന് വിചാരിക്കേ വേണ്ട. അത് വീഡിയോ എടുക്കും പിന്നെ പൊതുവേ അങ്ങനെയാണ് കാണൽ. ക്ലിയർ സ്കിന്നൊന്നല്ല, അത്യാവശ്യം നല്ല പാടും കാര്യങ്ങളൊക്കെ ഉള്ള സ്കിന്നാണ്. പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട് ഉണ്ട്. സ്പോട്ടല്ല സ്പോട്ട്സ് അല്ലേ ആണെന്ന് തോന്നുന്നു. പിന്നെ അതൊന്നും പോലെ എന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ ഒരു കാണുന്നുണ്ടോ ഒരു പച്ച ഈ വെയിൻസ് ഇങ്ങനെ എപ്പോഴും പൊന്തി നിൽക്കും. പിന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നുകൊണ്ട് ഇതാ അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലിയർ സ്കിന്നാന്ന് ആരെങ്കിലും വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മാറ്റിക്കോളി. ക്ലിയർ സ്കിന്നൊന്നുമല്ല. വീഡിയോയിൽ ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആരും എൻ്റെ മുഖത്ത് ഇത്ര കുരുണ്ട്, എൻ്റെ മുഖത്ത് ഇത്ര പാടുണ്ട് എന്നുള്ള ടൈപ്പ് ഓഫ് സാധനം ചെയ്യില്ല. എല്ലാവരും അവരെ ബെസ്റ്റാക്കി കാണിക്കാനേ നോക്കുള്ളൂ. പിന്നെ ഒന്നാമത് ഇതിലെടുക്കുമ്പോൾ ആ വൃത്തിയുള്ള ലൈറ്റിങ്ങിലൊക്കെ എടുക്കുന്ന ടൈമിൽ തീരെ കാണില്ല ഫേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഈ ബ്യൂട്ടി ബ്ലെൻഡർ നനച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. ഈ 1 മിനിറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കറക്റ്റ് എന്താണ് ചെയ്യുന്നത് ഒരിക്കലും പറഞ്ഞു തരാൻ പറ്റില്ല. ഇങ്ങനെ ഇന്ന് കറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം, കറക്റ്റ് എന്ത് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഭയങ്കര ലൈറ്റിങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ ജനലിൻ്റെ അടുത്തിരിക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇടാനേ പറ്റുള്ളൂ. നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോഴാണ് നല്ല ലൈറ്റിങ് ഉണ്ടായാലും. വേറെ ഏത് ഡ്രസ്സ് ഇട്ട് ചെയ്യുമ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ എന്തോ ഒരു കളറായിരിക്കും. ഓക്കെ, തന്നെ 6 മിനിറ്റ്. ഇത് എത്ര മിനിറ്റ് ആയിക്കോ. ശേഷം ഞാൻ ഈ ഒരു സാധനം ഇത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എൻ്റെ പേരൊന്നുമില്ല, ഇതിനൊരു എന്താ പറയുക ഷോർട്സ് ഇട്ട ടൈമിൽ. ഇത് വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഞാൻ പൊതുവേ ഒരു സാധനം സെക്കൻഡായിട്ട് വാങ്ങലില്ല. വാങ്ങുകയാണെങ്കിൽ എനിക്കത് അത്രയും ഇഷ്ടമായിട്ടായിരിക്കും. ഇത് നല്ല നല്ല കൺസീലറാണ്. കളർ പോപ്പിൻ്റെ മീഡിയം ഡാർക്ക് 115W എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഈ ഷെയ്ഡാണ്. പക്ഷേ കൺസീലർ വേണമെന്നുള്ളവർ ഷെയ്ഡ് കറക്റ്റ് നോക്കിയിട്ട് വാങ്ങാം. ഫൗണ്ടേഷൻ ഇടുന്നില്ല. ഫൗണ്ടേഷൻ ഞാൻ പൊതുവേ യൂസ് ചെയ്യൽ നല്ല കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇടുന്ന ടൈമിൽ എൻ്റെ ഫേസ് ഡാർക്കാവും. ഒരു 2 മിനിറ്റ് വെക്കണം, എന്നിട്ടേ ബ്ലെൻഡ് ചെയ്യാവും. എനിക്കിപ്പോൾ ടൈമില്ല. ഇത് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
കുറേ ബോയ്സ് ഇങ്ങനെ പറയുന്നേക്കാം, ഇതൊക്കെ ഇട്ടിട്ട് ആരെ കാണിക്കാനാണ്, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ആരെ കാണിക്കാനാണ്, നിങ്ങൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് എന്താ ആണുങ്ങൾ നോക്കുന്നതാണോ വിചാരമൊക്കെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്തുകൊണ്ടാണ് മേക്കപ്പ് ഇടുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് സെൽഫ് കോൺഫിഡൻസിന് പിന്നെ എനിക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് പിന്നെ ഒരു വികാരമാണ്, അതുകൊണ്ടാണ്. അല്ലാണ്ട് ബോയ്സിനെ കാണിക്കാനോ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ മേക്കപ്പ് ഇടുന്നത്. നിങ്ങളൊരു അഭിപ്രായം എന്താണ്? ഗേൾസ് കമൻറ്റ് ചെയ്യണേ, എനിക്കറിയാൻ വേണ്ടിയിട്ട് ഒരു ഡൗട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ നേരെ മേലെ ടാർട്ടൻ്റെ കൺസീലർ റേഡിയൻറ്റ് 365 എന്നുള്ള കൺസീലർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി വരെ ഇല്ലാത്തൊരു സാധനമാണ്. ഇന്ന് രാവിലെ ആയപ്പോൾ മിനുവിൻ്റെ നിക്കാവക്കല്ലേ, നാലൊരു കുരു ആവാം എന്നുള്ള രീതിക്ക് വന്നതാണ്. ഇത് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ഇങ്ങോട്ട് നോക്കാൻ വേണ്ടി മറന്നു പോകുന്നു. ഇതിൻ്റെ സൗണ്ട് ക്ലിയർ ആണോ ആവോ എന്തോ, സൗണ്ട് ഉണ്ടോയെന്ന് തന്നെ അറിയില്ല ഫാൻ ഇട്ടതിൻ്റെ ശേഷം. അപ്പോൾ ഇത് എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും. PACൻ്റെ ഐബ്രോ പാലറ്റാണ്. ഇത് യൂസ് ചെയ്ത് ഞാൻ ഈ ഐബ്രോ ജസ്റ്റ് ഷേപ്പ് ചെയ്തു. പണ്ട് എൻ്റെ സിസ്റ്റർ എനിക്ക് ചെയ്തൊരു മേക്കപ്പ് ലുക്ക് ഞാൻ ഇവിടെ ഈ സൈഡിൽ വെട്ടി ഒട്ടിക്കാം. അപ്പോൾ ആർക്കെങ്കിലും ആൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും, വെഡ്ഡിങ് മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഐഡി ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യും. വെഡ്ഡിങ് മേക്കപ്പോ പാർട്ടി മേക്കപ്പോ എല്ലാ മേക്കപ്പും ചെയ്യും. റോസ് കഴിഞ്ഞു. നമുക്ക് ഐ ഷാഡോ യൂസ് ചെയ്യാം. നൈക്കൻ്റെ ഫസ്റ്റ് ഈ ഒരു പാലറ്റാണ് എടുക്കുന്നത്. ഇതിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് അങ്ങോട്ട് തുടങ്ങാം. അപ്പം ഐ ഷാഡോ എനിക്ക് കൈ കൊണ്ടിടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഇവിടേക്കും മേലേക്കും ഒക്കെ ഐ ഷാഡോ ഇടുന്നുണ്ട്. ഇത് വൈറ്റ് ടോണിൻ്റെ നോർമൽ ടാൽക്കം പൗഡറാണ്. എനിക്ക് വേറെ ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ട് റെഡി ആവണില്ല. ഞാൻ പാക്കിൻ്റെ ഒരു ചെറിയ പൗഡർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ചെറിയ മിനി. അത് യൂസ് ചെയ്തിട്ട് നോക്കണം. 2 മിനിറ്റ് ഇതങ്ങനെ നിൽക്കട്ടെ, കാരണം ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ മാന്തി എൻ്റെ മേക്കപ്പ് ഫുള്ള് കളയും. നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ഇടാം. ഇന്ന് പാർട്ടി മേക്കപ്പ് ആയതുകൊണ്ടാണ് ഈ കോലങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇതിലെ 2ാമത്തെ ഷെയ്ഡ്. അതിൻ്റെ ഈ പാലറ്റ് 03 ആണ് ഇതിൻ്റെ വരുന്നത്, ഷെയ്ഡ് വരുന്നത്. എനിക്കിപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്. ഈ ഒരു എൻഡിൽ ഞാൻ അങ്ങനെ ഐ മേക്കപ്പ് ചെയ്യാറില്ല, പക്ഷെ എനിക്കിപ്പോൾ ചെയ്യണം തോന്നുന്നു. ഈ ഒരു എൻഡിൽ നമുക്ക് എന്താക്കാം, മറ്റേ ഗോൾഡൻ കളർ അത് ചെയ്യാം. എന്താവും, കുളമാവുമോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുളമായാൽ കുളമാവില്ല, ഞാനാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. നമുക്ക് താഴത്തൊക്കെ ഒന്ന് തുടച്ച് കളയാം. എല്ലാം കൂടി ഒരു വല്ലാത്ത ലുക്കായിട്ടുണ്ട്. ഞാൻ 2ാമതാണ് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റേത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, രസമല്ല വിചാരിച്ചിട്ട്. പക്ഷെ ഇത് ഞാൻ പോസ്റ്റ് ചെയ്തു. എന്താണെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കാം. ഇതിങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി എടുക്കാൻ പോണത് കണ്ടു, ഇത് സ്വിസ് ബ്യൂട്ടിൻ്റെ അടിപൊളി ഒരു സാധനമാണ്. ഇതിൽ ഗോൾഡ് അല്ല, ഇത് റോസ് ഗോൾഡാണെന്ന് തോന്നി. ഇതെടുത്തിട്ട് ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പിക്കില്ലേ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അല്ലാണ്ട് ഇങ്ങനെ ഇത് കാണുന്നില്ല ഞാൻ ഉദ്ദേശിച്ച സാധനം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം പാലറ്റ് എടുക്കും. ഇതിൽ നിന്ന് ഐബ്രോ ചെയ്ത സെയിം ഷെയ്ഡ് എടുക്കും. ഈ ഒരു ഷെയ്ഡ് ഇതാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. കുയ്യാക്കി വെച്ചിട്ടുണ്ട്. ഐലൈനർ ഇടുന്നതിന് പകരം ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ.
ഇത് കറക്റ്റ് ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ, സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല. വീഡിയോ എടുക്കുന്നു വിടുന്നു, ഇതിലെന്താക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ ബ്ലാക്ക് ഷെയ്ഡ് എടുക്കും. കുറച്ചെടുത്താൽ മതി, എന്നിട്ട് തട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ താഴോട്ടൊക്കെ അതിൻ്റെ പൊടി വരും. എന്നിട്ട് കണ്ണിൻ്റെ പേരില്ലേ അതിൻ്റെ നേരെ മേലെ മെല്ലെ വെച്ച് കൊടുക്കുക. മീൻസ് ലൈക്ക് മെല്ലെ ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം മേലെ കാക്കാൻ പാടില്ല. മേലെ നമ്മൾ ബ്രൗണ് വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. സോ മൊത്തം ബ്ലാക്കായി പോകാവും. നമ്മൾ കണ്ണിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കളറ് വേണ്ടേ, ആ ഒരു കളറിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ അടി ഭയങ്കര പ്ലെയിൻ ആയിപ്പോയി. ഇതിൽ നിന്ന് ഈ ഒരു പിങ്ക് ഷെയ്ഡില്ലേ എടുത്തിട്ട് തട്ടണം, ഞാൻ പറഞ്ഞിട്ടില്ലേ. കണ്ണ് തട്ടി പോയി. കണ്ണ് തട്ടി പോകാൻ പാടില്ല. കണ്ണ് തട്ടാണ്ട് നല്ല വൃത്തിയിൽ ഇത് ഇവിടെ എവിടെയെങ്കിലും. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു സാധനം. എൻ്റെ കണ്ണിൻ്റെ പീലിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സോ ഇതിങ്ങനെ നീളത്തിലാണ് നിൽക്കുക, കേവായിട്ടല്ല. രണ്ട് കണ്ണിലും ചെയ്യണം. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് കേവായിട്ട് നിൽക്കും. മസ്കാര ഇടാം. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കുറച്ച് പീലുള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഉണ്ടോ, ഇത് ലോറിയലിൻ്റെ പനോരമ മസ്കാരാണ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന മിക്ക മേക്കപ്പ് ലുക്കിലും ഉണ്ടാവലുണ്ട് എന്നുള്ളവർ അതിൽ പോയി നോക്കുക. കാരണം കുറേ പ്രൊഡക്റ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. സ്വാഭാവികം. ഇത് ഭയങ്കര ഡാർക്കായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനൊന്നും അല്ല. കണ്ടോ, ഇങ്ങനെയാണ് ശരിക്കുള്ള ലുക്ക്. നിങ്ങൾ എൻ്റെ ഫേസിനെക്കാട്ടി കൂടുതൽ എൻ്റെ റൂമായിക്ക് നോക്കാന്ന് എനിക്കറിയാം. ബ്ലഷ് ഇടാം. വലിയ ഫോണേ. ബ്ലഷ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടണം, എന്നാലേ ഫേസ് ഡിഫൈൻ ചെയ്ത് നിൽക്കുള്ളൂ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് ബ്ലെൻഡ് ആയിട്ടില്ലെങ്കിൽ പോയി ആ ഒരു ഭംഗി വരില്ല. ഞാൻ കുറച്ചെടുത്തിട്ട് മൂക്കുമേൽ താടിമേൽ ചെയ്യുന്നുണ്ട്. കുറച്ച് മതി. ഒക്കെ ചുവന്ന് തൊടുത്തു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മേക്കപ്പിൻ്റെ രസം ഭംഗി വരെ എപ്പോഴാണെന്നറിയോ? ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ പോയി, മീൻസ് ലൈക്ക് സ്വെറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇതിലൊരു ഭംഗി വരാറുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ഭംഗി വരിക. ഇപ്പം ശരിക്കും എന്തോ ഒരു ലുക്കാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇത് റെനീൻ്റെ ലിപ് ലൈനറാണ്. ഷെയ്ഡ് ഇതിമേലില്ല. സോ ഇത് യൂസ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിനെക്കാട്ട് ലൈറ്റാണ് ഈ ലിപ് ലൈനർ. നോർമലി ലിപ് ലൈനർ ഡാർക്കാണ് വരുന്നത്. സോ ഈ ലിപ്സ്റ്റിക്ക് ലാക്മിൻ്റെ മോക്ക ഷോട്ടാണ്. അടിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഞാൻ ഈ ഒരു റെവല്യൂഷൻ്റെ മീൻസ് വൈറ്റ് അല്ലാതെ ഓഫ് വൈറ്റ് ആണ്, ഐവറി, അത് വെറുതെ വരച്ചു കൊടുക്കുകയാണ്. മീൻസ് കട്ടിയിൽ വരയ്ക്കാൻ പാടില്ല, നൈസായിട്ടൊരു ഔട്ട്ലൈൻ കൊടുക്കാനേ പാടുള്ളൂ. കട്ടിയിലിട്ട് കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫേസസ് കാനഡൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് പുറത്തുള്ളത്. അതും കൂടി യൂസ് ചെയ്യാം. ഇപ്പം അത്യാവശ്യം ലുക്കൊക്കെ കംപ്ലീറ്റ് ആയി. ചെവിയിലൊക്കെയാണ് പോയത്. അയ്യോ, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പോഴും കാണില്ല. ഒറിജിനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും പാട് എൻ്റെ ഫേസിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്.
ഒന്നും കൂടി നല്ലോണം കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ ബൈ ബൈ.